പുലിക്കളി തൃശ്ശൂരിൻ്റെ ഓണോത്സവ രസതന്ത്രം. പുലിക്കളി അഥവാ പുലിയാട്ടം ഓണത്തോടനുബന്ധിച്ച് തൃശ്ശൂരിൽ നടക്കുന്ന ഒരു പ്രശസ്തമായ ജനകീയ കലാരൂപമാണ്. പൂർണ്ണമായും പുലിയാക്കി മാറ്റപ്പെട്ട കലാകാരന്മാർ താളം പിടിക്കുന്ന ചെണ്ടയുടെ മുഴക്കത്തിനൊപ്പം നൃത്തം ചെയ്യുന്നതാണ് ഇതിൻ്റെ സവിശേഷത. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാനാണ് പുലിക്കളി അവതരിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. വീരതയുടെയും ധൈര്യത്തിൻ്റെയും ചിഹ്നമായ പുലിയെ ആസ്പദമാക്കി യോദ്ധാക്കളുടെ പോരാട്ടവീര്യം പ്രദർശിപ്പിക്കുന്നതായിരുന്നു ഈ കലാരൂപം. അവസാനം ഇത് ഓണാഘോഷങ്ങളുടെ ഭാഗമാവുകയും തൃശ്ശൂരിൻ്റെ ഐതിഹാസിക കലാരൂപമായി മാറുകയും ചെയ്തു. പുലിക്കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കലാകാരന്മാരുടെ ശരീരത്തിൽ വരയ്ക്കുന്ന പുലി രൂപങ്ങളാണ്. ഇതിനായി മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറം ശരീരത്തിൽ പൂശുന്നു. കൂടാതെ കറുപ്പ്, വെള്ള നിറങ്ങളാൽ പുലിയുടെ പുള്ളികൾ വരയ്ക്കുന്നു. ചിലർ വിശാലമായ പുലിമുഖം വയറ്റിൽ വരയ്ക്കുന്നു. ഇത് നൃത്തത്തിൻ്റെ ലയത്തിൽ ജീവന്തമാകുന്നു. പുലിക്കളിയുടെ നിമിഷങ്ങളിൽ പുലിയുടെ പ്രാവർത്തിക ഭാവങ്ങളായ ചാടൽ, നടനം, കടിച്ചുപിടിക്കൽ എന്നിവ കലാകാരന്മാർ അനുകരിക്കുന്നു. കൂടാതെ കലാകാരന്മാർ അവരോഹണങ്ങളിൽ പ്രേക്ഷകരുമായി ഇടപെടുകയും ചെയ്യുന്നു. തൃശ്ശൂർ ഓണക്കളിയിലെ പ്രധാന ആകർഷണമാണ് പുലിക്കളി. ഇത് നടമാടുന്നത് സ്വരാജ് മൈതാനത്തിൽ വെച്ചാണ്. ഗ്രാമങ്ങളിൽ നിന്ന് നിരവധി പുള്ളി സംഘങ്ങൾ ഇവിടെ ഇതിനായി അണിചേരുന്നു. മികച്ച പുലി പെയിൻറിംഗ്, മികച്ച സംഘപരിവേഷം, ഏറ്റവും തന്ത്രപൂർവമായ പ്രകടനം മുതലായവയ്ക്ക് പുരസ്കാരങ്ങൾ നൽകാൻ ഇന്നും തൃശ്ശൂർ ജനതയ്ക്ക് കഴിയുന്നുണ്ട്. ആയിരക്കണക്കിന് പ്രേക്ഷകരാണ് ഈ ഉത്സവം കാണാനായി തൃശ്ശൂർ സ്വരാജ് മൈതാനത്തിൽ അണിചേരുന്നത്. ഓണത്തിൻ്റെ 4ാം ദിവസമാണ് പുലിക്കളി തൃശ്ശൂരിൽ നടമാടുന്നത്. ഉച്ചയ്ക്ക് ആരംഭിച്ച് രാത്രി വരെ നീണ്ടു നിൽക്കുന്നു പുലിക്കളി. ഇത് പ്രേക്ഷകരിൽ നിന്നും അതുപോലെ തന്നെ കലാകാരന്മാരിൽ നിന്നും വളരെ പ്രയത്നം ആവശ്യപ്പെടുന്നു. അതേ പ്രിയ സുഹൃത്തുക്കളെ, പുലിക്കളി ഒരു ഓണക്കാഴ്ച മാത്രമല്ല, അത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പുലികൾക്ക് ജീവൻ കൊടുക്കുന്ന ഈ കലാപ്രകടനം കലയും ഉത്സവവും സന്തോഷവും ഒരുമിച്ച് ചേർക്കുന്ന ഒരു അതുല്യ അനുഭവമാണ്.